ഹലോ ഓൾ, വെൽക്കം ടു V4 സിവിൽ. ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഇറിഗേഷൻ എഞ്ചിനീയർ പറയുന്ന സബ്ജക്റ്റാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ സിവിൽ കഴിഞ്ഞുകൊണ്ട് ഇറിഗേഷൻ എഞ്ചിനീയറിൻ്റെ പ്രാധാന്യം എന്താണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിലും ഇപ്പോൾ കഴിഞ്ഞുപോയ എക്സാമുകളിലും ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞുപോയ എക്സാമുകൾ ഏതൊക്കെയായിരുന്നു? LSGD AE, അതിൽ 4 ക്വസ്റ്റ്യൻസോളം നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയർ പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 3 3 to 9 ക്വസ്റ്റ്യൻസ്, പിന്നെ LSTD 3rd ഗ്രേഡ് ഓവർസിയറിൽ 6 ക്വസ്റ്റ്യൻസോളം ചോദിച്ചു. പിന്നെ AE ഇറിഗേഷൻ 2020 5 ക്വസ്റ്റ്യൻസ് ആൻഡ് PWD ഇറിഗേഷനിൽ ഏകദേശം 7 ക്വസ്റ്റ്യൻസോളം ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത വളരെ പ്രാധാന്യമുള്ളൊരു സബ്ജക്റ്റാണ് എന്ത്? ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറേ തിയറിയും വരുന്നുണ്ട്, പിന്നെ കുറേ ഡിസൈനുകളൊക്കെയാണ് വരുന്നത്. അതൊക്കെ നന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒട്ടും വൈകാതെ ഇറിഗേഷൻ എഞ്ചിനീയർ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയ ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ജസ്റ്റ് ഒന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ വരുന്നത് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പാണ്. ക്രോപ്പിന് പേര് തന്നെ ഉണ്ട് അല്ലേ? എത്രത്തോളം ഒരു ക്രോപ്പ് സോ ചെയ്തത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഫുൾ മെച്യൂരിറ്റി എത്തുന്നത് വരെ അതിന് എത്രത്തോളം ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ റിക്വയർഡ്, അതാണ് നമ്മൾ ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്ന ഓരോരോ ടോപ്പിക്സാണ് സോയിൽ മോയ്സ്ചർ റിലേഷൻഷിപ്പ്, ഇറിഗേഷൻ എഫിഷ്യൻസീസ്, ഇറിഗേഷൻ വാട്ടർ ക്വാളിറ്റീസ്, പിന്നെ ഇറിഗേഷൻ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ് ആൻഡ് ക്രോപ്പ് സീസൺ. ക്രോപ്പ് സീസൺ നമ്മൾ ഫെമിലിയർ അല്ലേ, കാരിഫ്, റാബി, അങ്ങനത്തെ ഓരോരോ സീസണുകൾ ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്ന ചാപ്റ്ററാണ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. അതിലാണ് ഏതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഇറിഗേഷൻ, അതായത് സർഫസ്, സബ് സർഫസ്, സ്പ്രിംഗ്ലർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഇറിഗേഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കും. പിന്നെ തേർഡ് ചാപ്റ്ററാണ് ഗ്രാവിറ്റി ഡാം. നമ്മൾ ഇറിഗേഷനിൽ മെയിൻ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്താ? ഡാം എന്ന് പറയുന്നത് അല്ലേ. ഡാം എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു സ്റ്റോറേജ് റിസർവോയറാണ് എന്താ? ഡാം. അതായത് എപ്പോഴും നമുക്ക് വെള്ളം വേണം ഒരു ക്രോപ്പിൻ്റെ വളർച്ചയ്ക്ക്. ഫുൾ ടൈം നമുക്ക് 365 ഡേയ്സും നമുക്ക് വെള്ളം അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റിസർവോയറാണ് എന്താ? ഡാംസ്. അപ്പോൾ ഗ്രാവിറ്റി ഡാംസിൽ നമ്മൾ ആ ഡാമിനെ കുറിച്ചുള്ള ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ മോഡ് ഓഫ് ഫെയിലിയർ, പിന്നെ അതിൻ്റെ എലമെൻ്ററി പ്രൊഫൈലും പിന്നെ സ്റ്റെബിലിറ്റി കാൽക്കുലേഷനും ഒക്കെ ഡിസ്കസ് ചെയ്യും. പിന്നെ വരുന്ന ചാപ്റ്ററാണ് സ്പിൽവേസ്, 4th ചാപ്റ്റർ. അതിൻ്റെ സ്പിൽവേ എന്താണെന്നും അതിൻ്റെ ടൈപ്സ് നമ്മൾ നോക്കും. പിന്നെ 5th ചാപ്റ്ററാണ് കനാൽ ഡിസൈൻ. എന്തായിരുന്നു കനാൽ? കനാൽ പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് അല്ലേ. നമ്മുടെ ഡാമിൽ നിന്നോ അല്ലെങ്കിൽ സോഴ്സിൽ നിന്നോ നമ്മുടെ ഇറിഗേഷൻ ഫീൽഡിലേക്ക് വെള്ളം എത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ചാനലാണെന്ത്? കനാൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഡിസൈന്, പിന്നെ അതിൻ്റെ ടൈപ്സ്, ക്ലാസിഫിക്കേഷൻ, പിന്നെ കനാൽ ലൈനിങ്, പിന്നെ അതിൻ്റെ സിൽക്ക് തിയറീസ്. ഓക്കെ. ഇനി 6th ചാപ്റ്ററാണ് ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്. അതിൽ വരുന്നതാണെന്ത്? വിയർ ബാരേജസ്, സ്ട്രക്ചറൽ കമ്പോണൻസ്, കോസസ് ഓഫ് ഫെയിലിയർ, ക്രീപ്പ് തിയറീസ്. ഡൈവേർഷൻ ഹെഡ് വർക്ക് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്ത് വിടുക, ഒരു ഡയറക്ഷനിൽ നിന്ന് വേറൊരു ഡയറക്ഷനിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുക, അതിനെ ബേസ് ചെയ്തിട്ട്. ആൻഡ് 7th ചാപ്റ്ററാണെന്ത്? ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. ക്രോസ് ഡ്രെയിനേജ് വർക്ക് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ ക്രോസ് ചെയ്യുന്ന, അതായത് റിവറും കനാലും ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണെന്ന് പറയുക ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ഓക്കെ. അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, അത് 1 2 3 ക്രോസ് ഡ്രെയിനേജ് വർക്കുകളുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് മിസ്സലേനിയസ്. അതിലാണ് എന്താ? വാട്ടർ ലോക്കിംഗ് ആൻഡ് ഡ്രെയിനേജ്, പിന്നെ കനാൽ ഔട്ട്ലെറ്റ്സ്, പിന്നെ കനാൽ റെഗുലേഷൻ വർക്ക്സ്, പിന്നെ ലാസ്റ്റ് ടോപ്പിക്കാണ് എന്താ? എർത്ത് ആൻഡ് ഡാം. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സാണ് എന്താ നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിൽ നമുക്ക് പഠിക്കാൻ വരുന്നത്. നമുക്കിന്ന് പുതിയ ചാപ്റ്ററായ, അതായത് 1st ചാപ്റ്റർ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1st ചാപ്റ്ററായ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ് തുടങ്ങുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരാം. എന്താണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്? അതിൽ മെയിനായിട്ട് വരുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തായിരുന്നു ഇറിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഇറിഗേഷൻ പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം ലാൻഡിലേക്ക് എത്തിക്കുകയാണ്, അതായത് സോയിലിലേക്ക് എത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ക്രോപ്പിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അത് സോ ചെയ്തത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ അതിൻ്റെ ഫുൾ മെച്യൂരിറ്റിക്ക് വേണ്ട വെള്ളം നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സോയിലിൽ എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മളെന്ന് പറയുക ഇറിഗേഷൻ എന്ന് പറയാം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ കൺട്രി അല്ലേ. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലൈമറ്റ് ഉണ്ടാകും. അപ്പോൾ ഓരോരോ ക്രോപ്പിന് ഓരോരോ തരത്തിലാണ് വാട്ടർ അവൈലബിലിറ്റി ഉള്ളത്
അല്ലേ? ചില ക്രോപ്സിന് എന്തായിരിക്കും ഒരു വർഷം, അതായത് 365 ഡേയ്സ് അതിന് വാട്ടർ ആവശ്യം വരും അതിൻ്റെ ഗ്രോത്തിന്. ചില ക്രോപ്സിനോ ചിലപ്പോൾ സമ്മർ സീസണിലാവും അത് ഗ്രോ ചെയ്യുക, ചിലത് വിൻ്റർ സീസണിലാവും. അപ്പോൾ ചിലത് മൺസൂൺ സീസണിലാവുന്നത് ചില ക്രോപ്സ് വളരുന്നത്. അപ്പോൾ മൺസൂൺ ക്രോപ്സ് ആവുമ്പോൾ മൺസൂൺ ടൈമിലായിരിക്കും അതിനെ നമ്മൾ അതിൻ്റെ വിളവെടുക്കുക. അപ്പോൾ ആ ടൈമിൽ നമുക്ക് റെയിൻ കിട്ടും. അല്ലാത്ത പക്ഷം ഈ സമ്മർ ആകുമ്പോഴും വിൻ്റർ ആകുമ്പോഴും റെയിൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ടൈമിൽ ഇന്ന ക്രോപ്സിന് വാട്ടർ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് റെയിനി സീസണിൽ കിട്ടുന്ന വെള്ളം നമ്മൾ സേഫായിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ റിസർവോയർ ആയിരുന്നു എന്ത്? ഡാം എന്ന് പറയുന്നത്, അല്ലേ? ഡാമുകൾ. പിന്നെ നമ്മുടെ നാച്ചുറൽ സോഴ്സ് എന്തായിരുന്നു? റിവറാണ്. അപ്പോൾ ഈ റിവറത്തെ വെള്ളവും പിന്നെ നമുക്ക് കിട്ടുന്ന റെയിൻ സീസണിൽ കിട്ടുന്ന വെള്ളമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ആർട്ടിഫിഷ്യൽ റിസർവോയറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പിന്നെ കനാൽ വഴിയാണെന്ത് നമ്മുടെ പാടത്തേക്കോ വരമ്പിലേക്കോ എന്ത് ചെയ്യുക? നമ്മൾ ഈ വെള്ളം എത്തിക്കുന്നത്. ഏതിന്? ഇറിഗേഷൻ പർപ്പസിന്. സോ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിന് എന്താണ് ഒരു ഡെഫിനിഷൻ പറയാം? ഇറ്റ് ഈസ് ദ ആർട്ടിഫിഷ്യൽ application of water to the soil, അല്ലേ? for the full maturity of required for the full maturity of a crop. ഓക്കെ, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ വെള്ളം സോയിലിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഒരു ക്രോപ്പിൻ്റെ ഫുൾ മെച്യൂരിറ്റിക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മുടെ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് കൊണ്ടുള്ള നമുക്ക് അഡ്വാൻറ്റേജസ്? ഇറിഗേഷൻ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്തായിരിക്കും? ഇപ്പോൾ ഹെവി റെയിൻഫാൾ കിട്ടാത്ത ക്രോപ്സിനൊക്കെ നമുക്ക് വെള്ളം എത്തിക്കാൻ കഴിയും, അല്ലേ? പിന്നെന്താണ്? അത് നമ്മുടെ അതായത് നമ്മുടെ ഒരു കൺട്രിയുടെ ഒരു ഫുഡ് പ്രൊഡക്ഷൻ ഡെവലപ്മെൻറ്റ് എന്താണ്? ഇറിഗേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്, ഫുഡ് പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫുഡ് പ്രൊഡക്ഷനിലുള്ള ബെനിഫിറ്റ് കാരണം നമുക്ക് എന്തുണ്ടാവും? നമ്മുടെ ഒരു കൺട്രിക്ക് ഇവിടെ ഒരുപാട് ക്രോപ്സ് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും കഴിയും. അതിലൂടെ നമുക്ക് എന്ത് കിട്ടും? ഒപ്റ്റിമം ബെനിഫിറ്റ് കിട്ടും, അല്ലേ? പിന്നെ ഈ ഇറിഗേഷൻ പർപ്പസിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ മിക്സഡ് ക്രോപ്പിംഗ്, പണ്ട് കാലത്ത് മിക്സഡ് ക്രോപ്പിംഗ് ഉണ്ടായിരുന്നു, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എന്തായിരുന്നു മിക്സഡ് ക്രോപ്പിംഗ്? എലിമിനേഷൻ മിക്സഡ് ക്രോപ്പിംഗ്. പണ്ട് കാലത്ത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഒരു ഫീൽഡിൽ തന്നെ 2-3 ക്രോപ്സ് മിക്സ് ആയിട്ട് വളർത്തും. അപ്പോൾ എന്താണ്? ഒറ്റയടിക്ക് വെള്ളം നനച്ച് കഴിഞ്ഞാൽ എല്ലാ ക്രോപ്സിനും ആ വെള്ളം കിട്ടും ചെയ്യും. പക്ഷേ അതിൻ്റെ വിളവെടുപ്പ്, അതായത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. കാരണം എത്ര ക്രോപ്സിന് ഏതൊക്കെ ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സിന് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ് ഓഫ് വാട്ടർ അല്ലേ? അപ്പോൾ എല്ലാതും നല്ല രീതിയിൽ കൾട്ടിവേഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ മിക്സഡ് ക്രോപ്പിംഗ് നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാൻ കഴിയും ഈ ഇറിഗേഷൻ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് വാട്ടർ അവൈലബിലിറ്റി പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ ഫീൽഡിലും ഓരോരോ ക്രോപ്പിനും തന്നെ ഓരോരോ ഫീൽഡ് നമുക്ക് മാറ്റി വെച്ചിട്ട് അതിനെ കൾട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. ഇനി വരുന്ന നമുക്ക് ഇൻലാൻഡ് നാവിഗേഷൻ പോസിബിളാവും. ദെൻ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം വെള്ളത്തിൽ നിന്ന് എന്താണ് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ദെൻ കമ്മ്യൂണിക്കേഷൻ
ഡെവലപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ കുറച്ച് അഡ്വാൻറ്റേജസ് പറഞ്ഞു. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഇറിഗേഷനിലുണ്ട്. ഇനി കുറച്ച് ഡിസഡ്വാൻറ്റേജസ്, അതായത് അഡ്വാൻറ്റേജ് ഉണ്ടാകുമ്പോൾ എന്തായാലും അവിടെ ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ടാവും അല്ലേ? എന്തൊക്കെയായിരിക്കും ഡിസഡ്വാൻറ്റേജസ്? ഇറിഗേഷൻ കാരണം കൊണ്ട് ചിലപ്പോൾ വാട്ടർ ലോഗിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യത. ഈ വാട്ടർ ലോഗിങ് കാരണം കൊണ്ട് എന്തുണ്ടാവും? നമ്മുടെ ലാൻഡിൻ്റെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറയും. സോ വാട്ടർ ലോഗിങ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവും? ഫെർട്ടിലിറ്റി ലോസ് ഉണ്ടാവും. ഓക്കെ, ഇനി ഇറിഗേഷൻ കാരണം കൊണ്ട് എന്താണ്? ചിലപ്പോൾ സോയിലിൻ്റെ സലിനിറ്റി കൂടാൻ സാധ്യത ഉണ്ട്. ഇൻക്രീസ് ഇൻ സലിനിറ്റി. ഓക്കെ, ദെൻ ഇറിഗേഷനിലൂടെ പലതരത്തിലുള്ള വാട്ടർ ബോൺ ഡിസീസസ് ഡെവലപ്പ് ചെയ്യാൻ, അതായത് ഏതൊക്കെയാണ്? മലേറിയ, വാട്ടർ ബോൺ ഡിസീസസ് സ്പ്രെഡ് ആവാൻ സാധ്യത ഉണ്ട് അല്ലേ? ലൈക്ക് മലേറിയ. പിന്നെ വരുന്നൊരു ഡിസഡ്വാൻറ്റേജ്, ഈ നൈട്രേറ്റുകളൊക്കെ എന്ത് ചെയ്യാം? ഗ്രൗണ്ട് വാട്ടർ ടേബിളിലേക്ക് വന്ന് എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നൈട്രേറ്റ്സ് റീച്ചസ് ടു ഗ്രൗണ്ട് വാട്ടർ ടേബിൾ. അതുകൊണ്ട് എന്താണ്? ഈ നൈട്രേറ്റ് വളരെ കേടാണ്, അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ. നൈട്രേറ്റ് കാരണം കൊണ്ട് ബ്ലൂ ബേബി ഡിസീസ് പറയുന്ന ഒരു രോഗം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണെന്ത്? ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. സോ എന്തിനാണ് നമ്മൾ ഇറിഗേഷൻ പർപ്പസ്, അതായത് ഇറിഗേഷൻ ചെയ്താൽ എന്താണ് അതിൻ്റെ ഒരു നെസസിറ്റി? എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇറിഗേഷന് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഇറ്റ്സ് നെസസിറ്റി എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചില ഏരിയാസിൽ എന്താവും? നോൺ യൂണിഫോം റെയിൻഫാൾ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫാൾ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ കേസിലാണ് നമുക്ക് ഇറിഗേഷൻ വളരെ അത്യാവശ്യമായത്. നോൺ യൂണിഫോം റെയിൻഫാൾ ഉള്ള പ്ലേസുകളിൽ. ഓക്കെ, അതായത് റെയിൻഫാൾ എപ്പോഴും ലഭിക്കില്ല, ചില ടൈമുകൾ മാത്രമേ ലഭിക്കൂ. അപ്പോൾ അവിടെ എന്താണ്? ഇറിഗേഷന് വളരെ അത്യാവശ്യമാണ്. പിന്നെയോ ചില ക്രോപ്സിന് സാധാരണത്തേക്കാൾ കൂടുതൽ ചിലപ്പോൾ വെള്ളം കൂടുതൽ ആവശ്യം വരും. നോർമൽ ലെവലിനേക്കാളും കുറച്ച് കൂടുതൽ വാട്ടർ ലെവൽ ആവശ്യം വരും വാട്ടർ ഇറിഗേഷന്. അങ്ങനത്തെ കേസുകളിൽ എന്താണ്? ഈ ഇറിഗേഷൻ വളരെ നെസസിറ്റിയാണ്. Some crops requires more quantity of water than normal level. നോർമൽ കണ്ടീഷനേക്കാളും കൂടുതൽ വാട്ടർ ആവശ്യപ്പെടുന്ന ചില ക്രോപ്സ് ഉണ്ട്. അങ്ങനത്തെ കേസിൽ എന്താണ്? നമുക്ക് ഇറിഗേഷൻ വളരെ നെസസറിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഏതാ നോക്കാം. ചാപ്റ്റർ 1 വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ്. അപ്പോൾ പേര് തന്നെ എന്താണ്? വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ്. ഒരു ക്രോപ്പിന് എത്രത്തോളം വാട്ടർ റിക്വയർഡാണ്, അതായത് അതിൻ്റെ ഫുൾ മെച്യൂരിറ്റിക്ക്, അത് സോ ചെയ്തത് മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ അതിന് എത്രത്തോളം വാട്ടർ റിക്വയർമെൻ്റ് ഉണ്ട്, അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് മെച്യൂരിറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്രയാണെന്നാണ്. ഒരു ക്രോപ്പിന് ആവശ്യമായ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. Here mainly we discuss about the total quantity of water required for a crop. So water requirement ഒരു definition എന്താ പറയാം? It is the total quantity of water required for a crop at the time it is sown to the time it is harvested. അതായത് വാട്ടർ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ
ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ റിക്വയർഡ് എന്തിനു വേണ്ടിയിട്ട് അറ്റ് ദ ടൈം, അതായത് ഒരു ക്രോപ്പ് സോ ചെയ്തത് മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ. റിക്വയർഡ് at the instant of harvesting. ഏത് ടൈം മുതലാണ് അത് സോ ചെയ്തത് ആ ടൈം മുതൽ അത് ഏത് ടൈം വരെ ഹാർവെസ്റ്റ് ചെയ്തു അത്രയും ആ ടൈം വരെ ഒരു ക്രോപ്പിന് എത്ര വെള്ളം ആവശ്യമുണ്ട് എന്നാണ് മീനിങ് വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ. സോ ഈ വാട്ടർ റിക്വയർമെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് ഉണ്ട് നമുക്കറിയാം അല്ലേ. ഓരോരോ ക്രോപ്സിന് എന്താണ് ഡിഫറെൻറ്റ് രീതിയിലുള്ള അതായത് വാട്ടറാണ് ആവശ്യം. ചിലപ്പോൾ ക്രോപ്സ് എന്ത് ചെയ്യും ഡിഫറെൻറ്റ് പ്ലേസിനനുസരിച്ച് ഡിഫറെൻറ്റ് സോയിൽ ടൈപ്പിനനുസരിച്ച് എന്താണ് അതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരും. സോ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്പ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈപ്പ് ഓഫ് സോയിൽ. ഏത് ടൈപ്പ് ഓഫ് സോയിലാണ്, പിന്നെ ടൈപ്പ് ഓഫ് ക്രോപ്പ്, ഏതൊക്കെ തരം ക്രോപ്പ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്പിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ് ഓഫ് വാട്ടർ ആയിരിക്കും. പിന്നെന്താണ് അതിൻ്റെ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഓഫ് ക്രോപ്പ്. സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഓഫ് ക്രോപ്പ്. ഇത്രയും കാര്യത്തിനാണ് എന്ത് വാട്ടർ റിക്വയർമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ടൈപ്പ് ഓഫ് സോയിലിൻ്റെ ടൈപ്പിനനുസരിച്ച് വ്യത്യാസം വരും. പിന്നെന്താണ് ക്രോപ്പിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് വാട്ടർ റിക്വയർമെൻറ്റ് വ്യത്യാസം വരും. പിന്നെന്താണ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ഓഫ് ക്രോപ്പ്. ഓരോരോ ക്രോപ്പ് എത്ര ടൈം എടുക്കും അതിൻ്റെ ഫുൾ മെച്യൂരിറ്റി എടുക്കാൻ, അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് വാട്ടർ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റായി വരും. സോ നമുക്കിതിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ്, അതായത് ടേംസും അതിൻ്റെ ഡെഫിനിഷൻസും ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നമുക്ക് ഓരോരോ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യാൻ. ഓക്കെ അപ്പോൾ നമുക്ക് ക്രോപ്പ് പീരീഡ് എന്താണെന്ന് നോക്കാം. എന്താണ് ക്രോപ്പ് പീരീഡ് പറഞ്ഞാൽ? ഞാൻ ജസ്റ്റ് ഒരു ഫിഗർ വെച്ച് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്തുതരാം. ക്രോപ്പ് പീരീഡ് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രോപ്പ് നമ്മൾ സോ ചെയ്തത് മുതൽ അത് ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ആ ടൈം പീരീഡിനെയാണ് എന്ത് വിളിക്കുക? ക്രോപ്പ് പീരീഡ് എന്ന് വിളിക്കുക. അതായത് ക്രോപ്പിൻ്റെ പീരീഡ്. അതായത് എന്താണ് ഒന്നും കൂടെ പറയാം. നമ്മൾ ക്രോപ്പ് സോ ചെയ്തത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ഈ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്രോപ്പ് പീരീഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ ഞാൻ പറഞ്ഞു ഇതാ ഇവിടെ സോ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് വാട്ടറിങ് ചെയ്യും. എന്നിട്ട് എന്താവും ആ ക്രോപ്പ് ഫുൾ ഗ്രോത്ത്, അതിൻ്റെ ഫുൾ മെച്യൂരിറ്റി എത്തിയതിന് ശേഷം നമ്മളത് എന്ത് ചെയ്യും? ഹാർവെസ്റ്റ് ചെയ്യും. സോ ക്രോപ്പ് പീരീഡ് മീൻസ് ഇറ്റ് ഈസ് ദ പീരീഡ് ബിറ്റ്വീൻ the instant of sowing to instant of harvesting. ഓക്കെ, അതാണെന്ത് ക്രോപ്പ് പീരീഡ് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് ടേം ആണ് എന്ത്? ബേസ് പീരീഡ്. സെക്കൻഡ് ടേം ആണ് ബേസ് പീരീഡ്. എന്താണ് ബേസ് പീരീഡ് പറഞ്ഞാൽ? ഇപ്പോൾ നമ്മൾ ക്രോപ്പ് പീരീഡ് പറഞ്ഞു. ബേസ് പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം നമ്മൾ ക്രോപ്പ് സോ ചെയ്യില്ലേ? സോ ചെയ്തിട്ട് അതെന്ത് ചെയ്യും? നമ്മൾ ഫസ്റ്റ് ഒരു വാട്ടറിങ് നടത്തും അല്ലേ? ആ ഫസ്റ്റ് വാട്ടറിങ് മുതൽ നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ലാസ്റ്റ് വാട്ടറിങ്ങും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ആ ടൈം പീരീഡിനെയാണ് എന്ത് വിളിക്കുക? ബേസ് പീരീഡ് എന്ന് വിളിക്കുക. ഒന്നും കൂടെ പറയാം. നമ്മൾ ക്രോപ്പ് സോ ചെയ്തു അല്ലേ? സോ ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതൊന്ന് സോ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് അതിനൊന്ന് വാട്ടർ ചെയ്യും. എന്തിനാണ്? ആ ക്രോപ്പിൻ്റെ ഗ്രോത്തിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഗ്രോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഗ്രോ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു വാട്ടറിങ് ചെയ്യും. ആ വാട്ടറിങ് മുതൽ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും? ഒന്നും കൂടെ ഒന്ന് വാട്ടർ ചെയ്യും. അതുവരെയുള്ള ആ ടൈം പീരീഡ്, ഈ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബേസ് പീരീഡ് എന്ന് വിളിക്കുക. അപ്പോൾ ക്രോപ്പ് പീരീഡും ബേസ് പീരീഡും കൺഫ്യൂസ്ഡ് ആയി പോകരുത്. ക്രോപ്പ് പീരീഡ് പറഞ്ഞാൽ ക്രോപ്പിൻ്റെ പീരീഡാണ്.
ഓക്കെ, അപ്പോൾ അത് സോ ചെയ്ത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള ആ പീരീഡിനാണ് എന്ത് പറയുക, ക്രോപ്പ് പീരീഡ് എന്ന് പറയുക. ബേസ് പീരീഡ് എന്ന് വെച്ചാൽ നമ്മളത് സോ ചെയ്തതിന് ശേഷം അതിൻ്റെ ഗ്രോത്തിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു വാട്ടറിങ് ചെയ്യും, എന്നിട്ട് അത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു ലാസ്റ്റ് വാട്ടറിങ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് വാട്ടറിങ് മുതൽ ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ആ ടൈം പീരീഡിനെയാണ് നമ്മളെന്ത് വിളിക്കുക, ബേസ് പീരീഡ് എന്ന് വിളിക്കുക. സോ പ്രാക്ടിക്കലി ശരിക്കും പറയുകയാണെങ്കിൽ ഏതാണ്, ക്രോപ്പ് പീരീഡാണോ ബേസ് പീരീഡാണോ വലുത്? ക്രോപ്പ് പീരീഡാണ് അല്ലേ. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ പർപ്പസിന് എപ്പോഴും നമ്മൾ ക്രോപ്പ് പീരീഡ് ബേസ് പീരീഡിന് ഈക്വലായിട്ടാണ് എടുക്കാറ്. ഫോർ പ്രാക്ടിക്കൽ ഡിസൈൻ പർപ്പസിന് നമ്മൾ ക്രോപ്പ് പീരീഡ് ബേസ് പീരീഡിനും ഈക്വലായിട്ടാണ് എടുക്കാറ്. എന്തിന്? ഗ്രോത്ത് പീരീഡിന് ഈക്വലായിട്ടാണ് എന്ത്, ക്രോപ്പ് പീരീഡ് ബേസ് പീരീഡായിട്ട് എടുക്കാറ്. സോ ഈ രണ്ട് ടേംസ് നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ക്രോപ്പ് പീരീഡ് പറഞ്ഞാൽ ആ ക്രോപ്പിൻ്റെ സോ ചെയ്ത് മുതൽ ഹാർവെസ്റ്റ് ചെയ്യുന്ന വരെയുള്ള ആ പീരീഡിനാണ് ക്രോപ്പ് പീരീഡ് പറയുക. ബേസ് പീരീഡ് എന്ന് വെച്ചാൽ ആ ക്രോപ്പ് സോ ചെയ്തതിന് ശേഷം നമ്മളൊരു ഫസ്റ്റ് വാട്ടറിങ് ചെയ്യും, എന്നിട്ട് അത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലാസ്റ്റ് വാട്ടറിങ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ആ പീരീഡിനാണ് നമ്മൾ എന്ത് വിളിക്കുക, ബേസ് പീരീഡ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ടേം ഡിസ്കസ് ചെയ്യാം. ഇറ്റ് ഈസ് ഡെൽറ്റ. അതിനെ നമ്മൾ ഈ സിമ്പലിലാണ് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ എ ക്രോപ്പ് ഫോർ ഇറ്റ്സ് കംപ്ലീറ്റ് ഫുൾ മെച്യൂരിറ്റി. ഫോർ കംപ്ലീറ്റ് മെച്യൂരിറ്റി എത്താൻ വേണ്ടി ഒരു ക്രോപ്പിന് വേണ്ട ടോട്ടൽ ക്വാണ്ടിറ്റി അല്ല, ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ. എത്ര ഡെപ്ത് വാട്ടർ ആ ക്രോപ്പിൻ്റെ ഫുൾ മെച്യൂരിറ്റിക്ക് വേണ്ടി ആവശ്യമായിട്ടുണ്ട്, അതാണെന്ത്, ഡെൽറ്റ എന്ന് വെച്ചാൽ. ഡെൽറ്റ, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ. അല്ലേ, ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ഇറ്റ്സ് ഫുൾ മെച്യൂരിറ്റി. ഓക്കെ, ഇത് ഡെപ്തിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഡെൽറ്റ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ. ആ ക്രോപ്പിന് വേണ്ട, അതിൻ്റെ ഫുൾ മെച്യൂരിറ്റിക്ക് വേണ്ട ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടറിൻ്റെ മെഷർമെൻ്റ് ആണെന്ത്, ഡെൽറ്റ എന്ന് വെച്ചാൽ. സോ നമ്മുടെ ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ് നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ട്. അതിന് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റി ഡെപ്ത് ഓഫ് വാട്ടറാണ് വേണ്ടത്. ചില ക്രോപ്സുകൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. സെൻറ്റിമീറ്ററിലാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഷുഗർ കെയിൻ. ഷുഗർ കെയിന് ഡെൽറ്റ വരുന്നത് 120, ചിലപ്പോൾ ഓപ്ഷനിൽ 90 വരാം. 120 ഓർ 90 ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് കറക്റ്റ് വാല്യൂ. ദെൻ നമ്മുടെ റൈസിന് 120 ആണ് ഡെൽറ്റ വരുന്നത്. ദെൻ ടുബാക്കോ 60 ആണ്. ദെൻ കോട്ടന് 50. ഫിഫ്ത്ത് വൺ വീറ്റ് 40. സിക്സ്ത് വൺ മെയ്സിന് വേണ്ടത് 25 ആണ്. സോ ഇതാണ് പൊതുവേ കാണപ്പെടുന്ന ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ഇയറിലൊക്കെ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരുന്നു. ക്രോപ്സിൻ്റെ ഡെൽറ്റ ചോദിക്കാറുണ്ട്. അപ്പോൾ കറക്റ്റ് വാല്യൂ നമ്മൾ അറിഞ്ഞു വെച്ചാൽ എന്താണ്, അത് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. സോ ഷുഗർ കെയിന് 120 ഓർ 90 ആണ് അതിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത്. ചിലപ്പോൾ 90 കാണാറുണ്ട്. സോ രണ്ടും പഠിച്ചു വയ്ക്കാം. റൈസ് എന്ന് പറഞ്ഞാൽ 120 ആവും, ടുബാക്കോ 60, കോട്ടൺ 50, വീറ്റ് 40 ആൻഡ് മെയ്സ് 25 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. If wheat requires about 7.5 cm of water after every 28 days and the base period for wheat is 140 days, find out the value of delta for wheat. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? വീറ്റ് പറയുന്ന ഒരു ക്രോപ്പ് ഉണ്ട്. ഇറ്റ് റിക്വയർസ് അബൌട്ട് 7.5 cm ഓഫ് വാട്ടർ. അതിന് 7.5 cm ഡെപ്തിൽ വാട്ടർ ആവശ്യമുണ്ട്. ഫോർ എവരി 28 ഡേയ്സ്. എവരി 28 ഡേയ്സിലും 7.5 cm വാട്ടർ
കൊടുക്കുന്നുണ്ട്. ആൻഡ് ദ ബേസ് പീരീഡ് ഫോർ വീറ്റിൻ്റെ ബേസ് പീരീഡ് എത്രയാണ്? 140 ഡേയ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ഫോർ വീറ്റിൻ്റെ ഡെൽറ്റയാണ് കണ്ടെത്തേണ്ടത്. ഡെൽറ്റ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇറ്റ് ഇസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ ഇറ്റ്സ് ഫുൾ മെച്യൂരിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് 28 ദിവസം കൂടുമ്പോൾ 7.5 സെൻറ്റിമീറ്റർ വെള്ളം അതിന് ആവശ്യമുണ്ട്. പിന്നെന്താണ്? ബേസ് പീരീഡ് 140 ഡേയ്സും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഡെൽറ്റ കണ്ടുപിടിക്കുക? സോ നമുക്ക് ബേസ് പീരീഡ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് എന്താണ്, എത്ര നമ്പർ ഓഫ് വാട്ടറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് 28 ഡേയ്സിനാണ് 7.5. അങ്ങനെയാണെങ്കിൽ 140 ഡേയ്സിന് എത്ര വാട്ടറിങ് ആവശ്യമുണ്ടോ അത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ നമ്പർ ഓഫ് വാട്ടറിങ് റിക്വയർഡ്. എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടുമാണ് ഡേയ്സിൽ തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് വാട്ടറിങ് പറയുമ്പോൾ 2 ഡേയ്സും കൂടെ ഡിവൈഡ് 140 ഡേയ്സാണ് നമുക്ക് ആവശ്യം 28 ദിവസത്തിൻ്റെ. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ 7 വെച്ച് കട്ട് ചെയ്യണം. എത്ര കിട്ടും? 5. അപ്പോൾ 5 പ്രാവശ്യമാണ് അതിന് വാട്ടറിങ് ആവശ്യം വരിക. എങ്കിൽ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ എത്രയാവും എന്നാണ് ചോദിക്കുന്നത്. റിക്വയർഡ് ഫോർ വീറ്റ്. എങ്ങനെ കിട്ടും? നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് 7.5 സെൻറ്റിമീറ്ററാണ് വീറ്റിന് റിക്വയർഡ് ആയിട്ടുള്ള വാട്ടർ. അപ്പോൾ ടോട്ടൽ ഡെപ്ത് കിട്ടണമെങ്കിൽ 5 പ്രാവശ്യമാണ് നമ്മൾ വാട്ടർ വേണ്ടത്. അപ്പോൾ 7.5 × 5 ചെയ്താൽ മതി. സോറി, $37.5 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി വിൽ ബി ദി ആൻസർ. ക്ലിയർ ആയോ? ഒന്നും കൂടെ ബ്രീഫായി പറയാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് തന്നുള്ള വീറ്റ് റിക്വയേഴ്സ് അബൌട്ട് 7.5 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറാണ് ആഫ്റ്റർ എവറി 28 ഡേയ്സ്. ആൻഡ് ഇറ്റ്സ് ബേസ് പീരീഡ് എത്രയാണ്? 140 ഡേയ്സ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ഫോർ വീറ്റ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് 28 ദിവസത്തിന് 7.5 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടറാണ് വീറ്റിന് റിക്വയർഡ് ആണ്. പിന്നെ ബേസ് പീരീഡ് 140 ഡേ. എന്താ ബേസ് പീരീഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ്ങിൻ്റെ ആ പീരീഡിനാണ് എന്താ പറയുക? ബേസ് പീരീഡ്. ബേസ് പീരീഡ് 140 തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? എത്ര വാട്ടറിങ് ആവശ്യമുണ്ട്, നമ്പർ ഓഫ് വാട്ടറിങ് എത്രയാണെന്ന് നോക്കുക. അതിന് നമുക്ക് തന്ന ബേസ് പീരീഡ് ഡിവൈഡഡ് ബൈ എവറി എത്ര ഡേയ്സ് ആണ് നമ്മൾ വാട്ടർ ചെയ്യുന്നത് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് എത്ര നമ്പർ ഓഫ് വാട്ടറിങ് കിട്ടും. ഇനി നമുക്ക് ടോട്ടൽ ഡെപ്ത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 7.5 സെൻറ്റിമീറ്ററാണ് ഡെപ്ത് ആവശ്യം 28 ദിവസത്തിന്. അപ്പോൾ 5 വാട്ടറിങ് ആണ് ആവശ്യം. അപ്പോൾ 7.5 × 5 ചെയ്യുമ്പോൾ 37.5 സെൻറ്റിമീറ്ററാണത് അതിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത്. അതായിരിക്കും ആ വീറ്റിൻ്റെ ഡെൽറ്റയുടെ വാല്യൂ, ഡെപ്ത് ഓഫ് വാട്ടർ ആ വീറ്റിന് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടേം നോക്കാം. ഡ്യൂട്ടി ഓഫ് എ ക്രോപ്പ്. ഡ്യൂട്ടി ഓഫ് എ ക്രോപ്പ് അതിന് നമ്മൾ ക്യാപിറ്റൽ ഡിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. എന്താണ് ഡ്യൂട്ടി വെച്ചാൽ? ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ദ ഏരിയ ഓഫ് ലാൻഡ് ഇറിഗേറ്റഡ് ബൈ ദ സപ്ലൈ ഓഫ് 1 cubic ഡിസ്ചാർജ് ഓഫ് വാട്ടർ. അതായത് ഇത്ര ഏരിയ, ഇപ്പോൾ ഇത്ര ഒരു പ്ലോട്ട് ഉണ്ട് വിചാരിച്ചു. ഈ ഒരു ഏരിയേനെ 1 cubic വാട്ടർ ഡിസ്ചാർജ് കൊണ്ട് എത്ര ഏരിയ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം? അതായത് 1 cubic ഡിസ്ചാർജിൽ കൊണ്ട് എത്ര ഏരിയനെ നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ കഴിയും? ഏരിയ ടു ബി ഇറിഗേറ്റഡ്. അതിനാണ് എന്ത് പറയുക? ഡ്യൂട്ടി എന്ന് പറയുക. സോ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇക്വേഷൻ വിൽ ബി D = A/Q. എത്ര, അതായത് ഇത്ര ഏരിയനെ ഇത്ര ക്യൂബിക് ഡിസ്ചാർജ്
ഓഫ് സപ്ലൈ കൊണ്ട് ഇറിഗേറ്റ് ചെയ്യാൻ കഴിയുന്ന ആ അളവിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡ്യൂട്ടി എന്ന് പറയുക. സോ ഡ്യൂട്ടിയുടെ യൂണിറ്റ് എന്തായിരിക്കും, ഹെക്ടേഴ്സ് പെർ ക്യൂമെക്കിലാണ് നമ്മൾ ഡ്യൂട്ടീനെ റെപ്രസെൻ്റ് ചെയ്യുക. ഹെക്ടേഴ്സ് പെർ ക്യൂമെക്ക്. ഡെൽറ്റ എന്തായിരുന്നു, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ ആണ്. അതിൻ്റെ ഫുൾ മെച്യൂരിറ്റിക്ക് വേണ്ട ടോട്ടൽ ഡെപ്ത് ആണ്. ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഏരിയ ടു ബി ഇറിഗേറ്റഡ് ബൈ ദ സപ്ലൈ ഓഫ് 1 ക്യൂമെക് ഡിസ്ചാർജ് ഓഫ് വാട്ടർ. ഓക്കെ. സോ ഡ്യൂട്ടി 2 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഫ്ലോ ഡ്യൂട്ടി ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റോറേജ് ഓർ ക്വാണ്ടിറ്റി ഡ്യൂട്ടി. ഫ്ലോ ഡ്യൂട്ടി ആൻഡ് സ്റ്റോറേജ് ഓർ ക്വാണ്ടിറ്റി ഡ്യൂട്ടി. ഈ ഫ്ലോ ഡ്യൂട്ടി എന്ന് പറഞ്ഞാലും ഹെക്ടേഴ്സ് പെർ ക്യൂമെക്കിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇതെന്താണ്, ഡ്യൂട്ടി ഡ്യൂ ടു ഫ്ലോയിങ് വാട്ടർ. ഫ്ലോയിങ് വാട്ടർ കാരണം കൊണ്ടുണ്ടാവുന്ന ഡ്യൂട്ടീനെയാണ് എന്ത് പറയുക, ഫ്ലോ ഡ്യൂട്ടി എന്ന് പറയാം. ഫ്ലോയിങ് വാട്ടർ. ഓക്കെ. ഇനി സ്റ്റോറേജ് ഓർ ക്വാണ്ടിറ്റി ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഡ്യൂട്ടി ഡ്യൂ ടു സ്റ്റോർഡ് വാട്ടർ. സ്റ്റോർ ചെയ്ത വാട്ടർ കൊണ്ടുണ്ടാവുന്ന മൂലമുള്ള ഡ്യൂട്ടീനെ എന്ത് പറയും, ഡ്യൂട്ടി ഡ്യൂ ടു സ്റ്റോർഡ് വാട്ടർ. അതിനാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റോറേജ് ഡ്യൂട്ടി. ജസ്റ്റ് അതെന്താ അറിഞ്ഞിരിക്കുക. ഫ്ലോ ഡ്യൂട്ടി പറഞ്ഞാൽ ഫ്ലോയിങ് വാട്ടർ കാരണമുണ്ട്, സ്റ്റോറേജ് ഓർ ക്വാണ്ടിറ്റി പറഞ്ഞാൽ സ്റ്റോർഡ് വാട്ടർ കാരണം ഉണ്ടാവുന്ന ഡ്യൂട്ടി. ഓക്കെ. സോ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, ക്രോപ്പ് പീരീഡ് എന്താ നോക്കി, ബേസ് പീരീഡ് എന്താ നോക്കി, പിന്നെ ഡെൽറ്റ ആൻഡ് ഡ്യൂട്ടി. എന്തായിരുന്നു ക്രോപ്പ് പീരീഡ്, സോയിങ് ടു ഹാർവെസ്റ്റിംഗ് വരെയുള്ള പീരീഡ്. ബേസ് പീരീഡ് പറഞ്ഞാൽ ഫസ്റ്റ് വാട്ടറിങ് ടു ലാസ്റ്റ് വാട്ടറിങ് ബിഫോർ ഹാർവെസ്റ്റിംഗ്. ദെൻ ഡെൽറ്റ എന്തായിരുന്നു, ടോട്ടൽ ഡെപ്ത് ഓഫ് വാട്ടർ. ആൻഡ് ഡ്യൂട്ടി ഈസ് ദ ഏരിയ ടു ബി ഇറിഗേറ്റഡ് പെർ 1 ക്യൂമെക് ഡിസ്ചാർജ് ഓഫ് വാട്ടർ. സോ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്കിനി പഠിക്കാനുണ്ട്. ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെൽറ്റ, ബേസ് പീരീഡിനെ ബിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക, ഡ്യൂട്ടീനെ ഡി. ഇപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ, ബേസ് പീരീഡ് ആൻഡ് ഡ്യൂട്ടിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ ഇക്വേഷൻസ് മനസ്സിലാക്കി വെച്ചാൽ അതിൻ്റെ ഡെറിവേഷൻ്റെ ആവശ്യമില്ല. സോ ഡെൽറ്റ ഈക്വൽസ് 8.64 B/D. ഇതെല്ലാവരും കേട്ടതും പഠിച്ചതുമായ ഇക്വേഷനാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് എന്താണ്, 8.64 B/D ഇൻ മീറ്റേഴ്സ്. ഓക്കെ. ഇനി ഇത് നമ്മൾ സെൻറ്റിമീറ്ററിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായി മാറും, ഡെൽറ്റ ഈക്വൽസ് 864 B/D ആണ് വരിക ഇൻ സെൻറ്റിമീറ്റർ. ഓക്കെ. അതിൽ ഡെൽറ്റ പറയുന്ന സെൻറ്റിമീറ്റർ, ബി എന്ന് പറയുന്നത് ബേസ് പീരീഡാണ്. ദെൻ അത് ഡേയ്സിലാണ് വരിക, ബി ഡേയ്സിലും ഡി പറയുന്നത് ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി നമ്മൾ ഹെക്ടേഴ്സ് പെർ ക്യൂമെക്കിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ നമുക്കിതിനെ ബേസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ഫൈൻഡ് ദ ഡെൽറ്റ ഫോർ എ ക്രോപ്പ് when its duty is 864 hectares per cubic on field. The base period of this crop is 120 days. അപ്പോൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫൈൻഡ് ദ ഡെൽറ്റ അല്ലേ. ഡെൽറ്റയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്തൊക്കെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡ്യൂട്ടി തന്നിട്ടുണ്ട് 864 ഹെക്ടേഴ്സ് പെർ ക്യൂമെക്കും, പിന്നെ ബേസ് പീരീഡ് എത്രയാണ് 120 ഡേയ്സും തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഡെൽറ്റ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് ഡെൽറ്റയുടെ ഇക്വേഷൻ, ഡെൽറ്റ ഈക്വൽസ് 8.64 B/D അല്ലേ. അത് എപ്പോഴായിരുന്നു, മീറ്ററിലാണെങ്കിൽ. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 864 B/D. സോ ഇൻ സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എല്ലാതും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 864 ഇൻറ്റു ബി എത്രയായിരുന്നു, ബേസ് പീരീഡ് ഓഫ് 120 ഡേയ്സ് ഡിവൈഡഡ് ബൈ ഡി. ഡി എത്ര തന്നിട്ടില്ല, ദാറ്റ് ഈസ് ഡ്യൂട്ടി 864 ഹെക്ടേഴ്സ് പെർ ക്യൂമെക്. അപ്പോൾ ഡെൽറ്റ എത്ര കിട്ടും, 864 ക്യാൻസലാവും, ലാസ്റ്റ് ഡയറക്റ്റ് 120 സെൻറ്റിമീറ്റർ കിട്ടും. ഇതാണെന്ത്, ഇതിൻ്റെ ഡെൽറ്റ എന്ന് പറയുന്നത്.
സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ വിൽ ബി ദി ആൻസർ. ക്ലിയർ അല്ലേ? ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡ്യൂട്ടി എന്താ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഡ്യൂട്ടീനെ എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വണ്ണാണ് ടൈപ്പ് ഓഫ് ക്രോപ്പ്. ചില ക്രോപ്സ് ഞാൻ പറഞ്ഞു, ചില ക്രോപ്സിന് കൂടുതൽ വെള്ളം ആവശ്യം വരും, ചിലതിന് കുറച്ച് വെള്ളം ആവശ്യം വരുള്ളൂ. അപ്പോൾ ക്രോപ്സ് വിച്ച് റിക്വയർസ് ലെസ് വാട്ടർ, കുറച്ച് വാട്ടർ ആവശ്യമുള്ള ക്രോപ്സിൻ്റെ ഡ്യൂട്ടി എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഡ്യൂട്ടി വിൽ ബി മോർ. ഓക്കെ, ഇനി കൂടുതൽ വാട്ടർ ആവശ്യമുണ്ടെങ്കിൽ, മോർ വാട്ടറാണ് ആവശ്യമെങ്കിൽ ഡ്യൂട്ടി എന്താവും? ലെസ് ആവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലൈമറ്റ് ആണ്. ക്ലൈമറ്റ് എന്താണ്? പലതരത്തിലുള്ള ക്ലൈമറ്റ്സ് ഉണ്ട്. വിൻ്റർ സീസൺ ഉണ്ട്, സമ്മർ സീസൺ ഉണ്ട്. സോ സമ്മർ സീസണിലാവുമ്പോൾ ഇവാപ്പറേഷൻ ലോസ് കുറച്ച് കൂടുതലാവും അല്ലേ? ഇവാപ്പറേഷൻ ലോസ് മോർ ആയിരിക്കും. അപ്പോൾ അവിടെ ഡ്യൂട്ടി എന്താവും? ലെസ് ആയിരിക്കും. വിൻ്റർ സീസണിൻ്റെ കേസിലോ ഇവാപ്പറേഷൻ ലോസ് കുറവായിരിക്കും. ഇവാപ്പറേഷൻ ലോസ് ലെസ് ആയിരിക്കും. അപ്പോൾ അവിടെ ഡ്യൂട്ടി മോർ ആയിരിക്കും. ഇനി തേർഡ് വണ്ണാണ് യൂസ്ഫുൾ ഓർ ഇഫക്റ്റീവ് റെയിൻഫാൾ. ഇപ്പോൾ റെയിൻഫാൾ വളരെയധികം കൂടുതൽ കിട്ടുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാകും? നമുക്കറിയാം ക്രോപ്സിൻ്റെ റൂട്ട് സോണിൽ വെള്ളം ഓൾറെഡി നല്ല സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. എപ്പോഴും വെള്ളത്തിൻ്റെ അംശം കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ വാട്ടറിൻ്റെ ആവശ്യം കുറവാണ് അല്ലേ? വെള്ളം എപ്പോഴും അവിടെ ഉള്ളതുകൊണ്ട് ആ നമ്മൾ പിന്നീട് കൊടുക്കേണ്ട, ഇറിഗേഷന് കൊടുക്കേണ്ട വെള്ളം എന്തായിരിക്കും? അതിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ അവിടെ ഡ്യൂട്ടി എന്തായിരിക്കും? ലെസ് ആയിരിക്കും. ഡ്യൂട്ടി മോർ ആയിരിക്കും. വാട്ടർ നെസസിറ്റി ലെസ് ആകുമ്പോൾ ഡ്യൂട്ടി മോർ ആവും. ഇനി ടൈപ്പ് ഓഫ് സോയിൽ. ടൈപ്പ് ഓഫ് സോയിൽ എന്താ വരുന്നത്? ഇപ്പോൾ ഹൈലി പെർമിയബിൾ സോയിലാണെങ്കിൽ, ഹൈലി പെർമിയബിൾ സോയിൽ, അപ്പോൾ അവിടെ എന്തുണ്ടാവും? സീപ്പേജ് ലോസ് കൂടുതലായിരിക്കും അല്ലേ? സീപ്പ് ചെയ്തിട്ട് ലോസ് കൂടുതലാണ്. അപ്പോൾ അവിടെ ഡ്യൂട്ടി ലെസ് ആയിരിക്കും. ദെൻ മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. പല ടൈപ്സ് മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ഉണ്ട്. അത് നമ്മളിനി അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. അതിൽ ഡ്രിപ്പ് ഓർ സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ഉണ്ട്. ഡ്രിപ്പ് ഓർ സ്പ്രിംഗ്ലർ, അതിന് ഡ്യൂട്ടി മോർ ആയിരിക്കും. ഡ്യൂട്ടി വിൽ ബി മോർ. പിന്നെ ഫ്ലോ ഇറിഗേഷൻ ഉണ്ട്. അതിനെന്തായിരിക്കും? ഡ്യൂട്ടി ലെസ് ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിൻ്റാണ് ഏതാണ്? കൺസംപ്റ്റീവ് യൂസ്. ഈ കൺസംപ്റ്റീവ് യൂസും ഡ്യൂട്ടി എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ കൺസംപ്റ്റീവ് യൂസ് കൂടുമ്പോൾ ഡ്യൂട്ടി എന്തായിരിക്കും? കുറയും. സോ കൺസംപ്റ്റീവ് യൂസ് വിൽ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡ്യൂട്ടി. ഓക്കെ.